friends, welcome back to my YouTube channel. വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇവിടെ ഈദ് ഹോളിഡേയ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹാറ സെൻറ്റർ മോളിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നിന്ന് നടക്കണമെങ്കിൽ ഒരു 10-15 മിനിറ്റ്സ് ദൂരമുണ്ട്. അവിടെ എന്തൊക്കെയാണുള്ളത് ഇപ്പം തൽക്കാലം ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം എനിക്കെല്ലാം അറിഞ്ഞുകൂടാ. പക്ഷെ എന്തൊക്കെയോ കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ജസ്റ്റ് മോൾ മാത്രമല്ല, അതിൽ ഈ കിഡ്സ് പ്ലേ സോൺ ഏരിയ പിന്നെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോകാൻ. ഗെയിം സോൺ ഉണ്ട്, ഏട്ടൻ പറഞ്ഞു തന്നു. ഗെയിം സോൺ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്, സംഭവങ്ങളുണ്ട്. കാരണം അത്യാവശ്യം ഫേമസ് ആണ് കേട്ടോ. ഈ ഷാർജ ഭാഗത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയാം, നല്ല ഫേമസ് ആയിട്ടുള്ള മൾട്ടിപർപ്പസ് മോളാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഇത് കണ്ടപ്പോൾ തോന്നി ഈ സൈക്കിൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ വാങ്ങിച്ചത്, കാരണം ഏട്ടൻ്റെ പാവം എല്ലാവരും എടുത്തോണ്ട് നടക്കണം കേട്ടോ. ഇത് 10-15 മിനിറ്റ്സ് ദൂരമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തി. ഞങ്ങളൊരു 5-6-7 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അന്ന് ഞാൻ ഒരു ദിവസം വന്നത് ഭയങ്കര വെയിലുള്ള സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന വെയിൽ കാരണം എൻ്റെ കുറച്ച് നടത്തം ചിലപ്പോൾ സ്ലോ ആയതാവാനാ ചാൻസ്. കാരണം ഇന്നൊരു 6-7 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഈ ഒരു പാർട്ടീഷൻ പോലെ കാണല്ലേ, കമ്പിയൊക്കെ വെച്ചിട്ട്, അതാണ് നമ്മുടെ ദുബായ് ഷാർജ ബോർഡർ എന്ന് പറയാൻ. ഇതേ നമ്മുടെ എൻട്രൻസ് സഹാറ സെൻറ്ററിന് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആംബിയൻസ്. നമുക്ക് എന്ത് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്ട്രെസ്സും ടെൻഷനും പോയി കിട്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി വൺസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു രീതിയിൽ നമുക്ക് റിലാക്സേഷൻ കിട്ടും. നല്ല രസമല്ലേ, ബട്ടർഫ്ലൈ വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ആദ്യ കുട്ടി കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് പൊതുവേ അവൾക്ക് ഫോട്ടോസ് എടുക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. പക്ഷെ എൻ്റെ ലയൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കണം തോന്നി, കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലയനെ അവൾ കാണുന്നത്. മോളിൻ്റെ അകത്താണ് ഇപ്പോൾ സൈക്കിൾ ഒട്ടിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അവളുടെ കൂട്ടത്തിൽ ഞാൻ വിക്ടോറിയ സീക്രട്ട് ഷോപ്പ് ഭയങ്കര ഫേമസ് ആണ്. അത് ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. 50-60% ഡിസ്കൗണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെൽക്കം ടു ബട്ടർഫ്ലൈ ഗാർഡൻ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ബട്ടർഫ്ലൈ ഗാർഡൻ ആണെന്ന്. ഉള്ളിൽ ചെന്നപ്പോഴാണ് കണ്ടത് അതൊരു ഓഫീസാണെന്നുള്ളത്. ഓഫീസും ഷോപ്പും കൂടി ഒരു കോമ്പിനേഷനുള്ള സ്ഥാപനമാണത്. നല്ല അടിപൊളി കളക്ഷൻസ് ഓഫ് സാൻഡൽസ്, റെഡി സാൻഡൽസും ഷൂസും എല്ലാം നല്ല ഓഫേഴ്സിലാണ്. ഇപ്പോൾ ഈദൊക്കെ ആവണ കാരണം നല്ല ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ബോഡി ലോഷൻ ബ്രാൻഡ്. ബോഡി ലോഷൻ മാത്രമല്ല, അവർക്ക് എനിക്ക് തോന്നുന്നു ബോഡി ക്രീംസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പൊതുവെ ഒരു ബോഡി ലോഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോഡി വർക്ക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. അതേപോലെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി പെർഫ്യൂം. എൻ്റെ അടുത്ത് ഓൾറെഡി പെർഫ്യൂം സെറ്റുള്ള കാരണം ഞാനത് വാങ്ങണമെന്ന് നിന്നില്ല. ജസ്റ്റ് ഞാൻ നോക്കി, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ഇവിടെ അവൈലബിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. കുറേ സ്ഥലത്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ ബ്രാൻഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് 25 ദിർഹംസിനാണ് നമുക്ക് ഈ ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് മാത്രമല്ല, ഈ കട മുഴുവൻ ഇവരുടെ പ്രൊഡക്ട്സ് മാത്രമാണ്. 22 ദിർഹംസിനുണ്ട്, അതേസമയത്ത് 19 ദിർഹംസ് ഓഫേഴ്സിനൊക്കെ അവൈലബിൾ ആണ്. അതേസമയത്ത് ഈ മുഴുവൻ സെറ്റ് കാണും 99 ദിർഹംസിനൊക്കെ ഓഫേഴ്സായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ അഡ്വെഞ്ചർ ലാൻഡ്, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഇവർ മോളിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കിഡിലാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ലുലു മോളിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ. അല്ലാണ്ട് ഞാൻ വേറെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്, ഫാൻറ്റസി പാർക്ക് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഒരു ഓപ്പൺലി ഒരു ഷാഡോ ഒന്നും ഇല്ലാണ്ട് ഒരു ഓപ്പൺ ടൈപ്പ് ഓഫ് പാർക്കാണ് ഇത്. ഞാൻ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാർക്ക് ഞാൻ കാണുന്നത്. അതും ഇത്രയും തൊട്ടടുത്തുണ്ടായിട്ട് ഞങ്ങൾ കാണുന്നത് ഇപ്പോഴാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയാൻ. അപ്പോൾ അത് കുട്ടി അവിടെ കളിക്കാൻ തുടങ്ങി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവൾ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവൾക്ക്. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓട്ടം ചാട്ടം അതായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഉഗ്രം പണി കിട്ടി. അവൾക്ക് തീരെ വയ്യാണ്ടായി, ഭയങ്കര ടയേർഡായി. കാരണം ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. മോളിൻ്റെ അകത്ത് എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചൂട് എക്സ്പീരിയൻസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ പ്രത്യേകിച്ച് നടന്നിട്ടാണ് പോയിൻ്റായിരുന്നത്. അപ്പോൾ ഭയങ്കര ടയർഡ്നെസ് ആയി. അതിൻ്റെ ഇടയിൽ കൂടി ഞാനും കുറച്ച് ചെറിയ കുട്ടിയാവാമെന്ന് വിചാരിച്ച് കുറച്ച് എൻജോയ് ചെയ്തു.
കുറേ നാൾക്ക് ശേഷമാണ്, ഏകദേശം ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോണത്. അപ്പോൾ ഞാനും ഭയങ്കര ത്രിൽഡായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ, എങ്ങനെയാണ് നമ്മളിങ്ങനെ പോയി കുട്ടികളുടെ ഒപ്പം കളിക്കുകയെന്ന്. പക്ഷേ എന്താ ചെയ്യാൻ, നമ്മുടെ ചമ്മലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളും ചെറിയ കുട്ടിയായി പോകും. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ 3 പേരും ഈ ഒരു റൈഡിൽ ഇരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇരിക്കുന്നത് കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര ത്രിൽ ആൻഡ് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങളൊരു 3-4 hours ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്തൊരു ആംബിയൻസ് ആണ്. അത്രയ്ക്ക് നാച്ചുറലായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും. അതേപോലെ കിഡ്സിൻ്റെ ട്രെയിൻസ് അവൈലബിൾ ആണ്, ഫോറസ്റ്റ് ട്രെയിൻ, അതും നല്ല രസമായിരുന്നു. അതിൽ ആദ്യം മോൾക്ക് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരും, തീർച്ചയായിട്ടും വരുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, നമ്മൾ എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴും കുറച്ചും കൂടി കുറേ റൈഡ്സും കൂടി ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഈ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നല്ല പ്ലാനിങ്ങോടെയാണ് കേട്ടോ. കാരണം എല്ലാ സ്ഥലത്തും അതിൻ്റെതായ കാര്യങ്ങളും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആദിവാസി ഇരിക്കുന്ന പോലെ നല്ല രസമുണ്ട്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യാത്തൊരു കാര്യങ്ങളാണ്.